നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാം പഴശ്ശി വിപ്ലവം പഠിക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്ന കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമാർന്ന ഒന്നായിരുന്നു പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശിക്കലാപത്തിന് രണ്ട് കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്നാം പഴശ്ശിക്കലാപം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശിക്കലാപം 1800 മുതൽ 1805 വരെയുമായിരുന്നു. അപ്പോൾ ഒന്നാം പഴശ്ശിക്കലാപം നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണ് കലാപത്തിലേക്ക് നയിച്ചതെന്നുമൊക്കെ. മലബാറിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിലേക്ക് വഴിയൊരുക്കിയത്. കേരളവർമ്മ പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ബന്ധം തുടക്കത്തിൽ സൗഹാർദ്ദപരമായിരുന്നു. അതായത് മൈസൂർ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. പഴശ്ശിരാജാവ് മൈസൂർ യുദ്ധങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായിട്ട് ജനങ്ങളിൽ നിന്ന് കരം പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജാവിന് നൽകാമെന്ന് ബ്രിട്ടീഷുകാരെ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മലബാർ തങ്ങളുടെ അധീനതയിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ വാഗ്ദാനം മറന്നു. അതിന് പകരം അദ്ദേഹത്തിനെ തഴഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് 1793 കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. ഈ നടപടികളിലൊക്കെ അതൃപ്തി ഉണ്ടായിരുന്ന പഴശ്ശി രാജാവ് ഇതിനെയൊക്കെ എതിർക്കുകയും കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതും വകവയ്ക്കാതെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് കമ്മീഷണർമാർ ഈ കുറുമ്പ്രനാട് രാജാവിനുള്ള പാട്ടം 5 വർഷത്തേക്ക് പുതുക്കി കൊടുത്തു. ഇതിന് ഫലമായിട്ടാണ് ഈ പഴശ്ശി വിപ്ലവം, ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയുള്ളത് നടക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഒന്നാമത്തെ വീഡിയോയിൽ, ഒന്നാം പഴശ്ശി വിപ്ലവം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഇന്ന് നമുക്ക് വീഡിയോയിൽ രണ്ടാം പഴശ്ശി വിപ്ലവം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാലഘട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ്. 1800 പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി അതനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം 1800 പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം. അപ്പോൾ ഈ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമാണ് ശരിക്കും രണ്ടാം പഴശ്ശി കലാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവരുടെ സൈന്യത്തിലെ പ്രധാന വിഭാഗം, പഴശ്ശിരാജയുടെ സൈന്യത്തിൽ പ്രധാനം എന്ന് പറയുന്നത് കുറിച്യറും കുറുമ്പന്മാരുമായിരുന്നു. അപ്പോൾ ഈ കുറിച്യറുടെയും കുറുമ്പരുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുടെ ഈ വയനാട് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെ എതിർത്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങിയ പഴശ്ശിരാജാവിനെ കേണൽ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം തുടർച്ചയായിട്ട് പരാജയപ്പെടുത്തി. നമുക്കൊന്ന് നോക്കാം. വയനാട് സ്വന്തം ജില്ലയാണെന്ന് അവകാശപ്പെടുകയും അത് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തെ എതിർക്കുകയും ചെയ്തു പഴശ്ശിരാജാവ്. പഴശ്ശി കലാപത്തെ നേരിടാൻ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനായിട്ട് 1800 സർ ആർതർ വെല്ലസ്ലി നിയമിതനാകുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സൈനികർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മലമ്പനി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രാദേശികമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു തദ്ദേശീയ പോലീസ് സംഘത്തിന് ഇവർ രൂപം നൽകി. അങ്ങനെ പഴശ്ശി രാജാവിനെ പിടികൂടാൻ വേണ്ടി ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ എന്നറിയപ്പെടുന്നത്. പഴശ്ശി രാജാവിനെ പിടികൂടാൻ വേണ്ടി ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ. 1801 മൈസൂരിൽ നിന്ന് പഴശ്ശിയെ നേരിടാൻ വേണ്ടി വയനാട്ടിൽ എത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവൻസൺ ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയുടെ സൈന്യത്തെ നയിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്താണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ സഹായികളായി അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയായിരുന്നു, ഗൊറില്ല യുദ്ധമാണ്, അതായത് ഒളിച്ചിരുന്നിട്ടായിരുന്നു യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യറുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഓർത്തിരിക്കണം, തലയ്ക്കൽ ചന്തു. നോക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യറുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. ഓർത്തിരിക്കണേ. പഴശ്ശി സൈന്യത്തിലുണ്ടായിരുന്ന കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ 1801 നവംബറിൽ ലഫ്റ്റനന്റ് എഡ്വാർഡിൻ്റെ നേതൃത്വത്തിൽ തൂക്കിലേറ്റി.
1802 പനമരം കോട്ട ആക്രമിക്കുന്നത്. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? തലയ്ക്കൽ ചന്തുവിൻ്റെയും എടച്ചേന കുങ്കൻ്റെയും നേതൃത്വത്തിലാണ് 1802 പനമരം കോട്ട ആക്രമിക്കുന്നത്. മേജർ മക്ലോഡാണ് 1802 മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടർ. ഗൊറില്ല യുദ്ധമുറയാണ് പഴശ്ശി നടത്തിപ്പോന്നത്. കുറിച്യറും കുറുമ്പറുടെയും സഹായത്തോടെയാണ് വയനാട് കുന്നുകളിൽ നിന്ന് പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത്. തോമസ് ഹാർവേ ബാബർ, അതായത് TH ബാബർ, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്നു. പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിക്കുന്നവർക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നും പഴശ്ശിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപിച്ചത് TH ബാബറായിരുന്നു. പഴശ്ശിരാജ 1805 നവംബർ 30 വെടിയേറ്റു മരിച്ചത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെടിയേറ്റു മരിച്ചു എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് വജ്രമോതിരം വിഴുങ്ങി ആത്മത്യാഗം ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്തായാലും 1805 നവംബർ 30 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ വയനാട് മാനന്തവാടി മാവലൻതോടിൽ വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത്. ശരിക്കും ശത്രുവാണ് മരിച്ചു കിടക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ശത്രുവിനെ പോലെ കണ്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പഴശ്ശിരാജാവിൻ്റെ മൃതശരീരം സ്വന്തം പല്ലക്കിൽ കയറ്റി മാനന്തവാടിയിൽ കൊണ്ടുവന്ന് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി സംസ്കരിച്ചു. അപ്പോൾ മുഖ്യ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ മുഖ്യ കളക്ടർക്ക് എഴുതിയ റിപ്പോർട്ടിൽ ബാബർ പഴശ്ശി രാജാവിനെ ഒരു വീരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മരണത്തിന് പോലും മായ്ച്ചു കളയാനാവാത്ത ആദരവ് ജനങ്ങൾക്ക് പഴശ്ശിരാജാവിനോട് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വാക്യം ഇങ്ങനെയാണ്: കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തിനെ കാണാൻ. TH ബാബർ പഴശ്ശിയെക്കുറിച്ച് പറഞ്ഞതാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിനെ കേരള സിംഹം എന്നാണ് KM പണിക്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴശ്ശി സമരങ്ങൾ ഈ പുസ്തകം എഴുതിയത് KN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ഇത് എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്, വയനാട്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാട്. അപ്പോൾ തെറ്റിപ്പോരുത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതാണ് മാനന്തവാടിയിൽ, തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാടാണ്. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി കോളേജ് വയനാട് പുൽപ്പള്ളിയിലും കണ്ണൂർ മട്ടന്നൂരും. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ചുള്ള ഒരു പൊതുവെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അദ്ദേഹത്തിൻ്റെ രാജവംശം കോട്ടയം രാജവംശമാണ്. യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവമാണ് 1800 മുതൽ 1805 വരെയും. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതെന്ന് ചോദിച്ചാൽ പഴശ്ശി യുദ്ധമാണ്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ കാണപ്പെടുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിനെ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിന്മേലുള്ള അവകാശവാദം ഉന്നയിച്ചതുമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. രണ്ടാം പഴശ്ശി വിപ്ലവം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സർ ആർതർ വെല്ലസ്ലി ആരാണ്? പഴശ്ശി കലാപത്തെ നേരിടാനായിട്ട് മലബാറിലെ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായിട്ട് നിയമിതനായതാണ് സർ ആർതർ വെല്ലസ്ലി 1800. അദ്ദേഹത്തിനെ സഹായിച്ച ആൾക്കാർ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച ആൾക്കാരെ നമ്മൾ പഠിച്ചു. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവർ. ഇനി തലയ്ക്കൽ ചന്തുവിൻ്റെ പ്രാധാന്യം എന്താ? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. അദ്ദേഹമാണ് 1802 പനമരം കോട്ട ആക്രമിക്കുന്നതിലും നേതൃത്വം നൽകിയത്. TH ബാബർ ആരാണ്? രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പഴശ്ശിരാജ എന്നാണ് മരിക്കുന്നത്? 1805. 1805 നവംബർ 30 അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കേരളവർമ്മ പഴശ്ശിരാജ എന്നൊരു സിനിമ റിലീസായിട്ടുണ്ട് 2009. അതിൻ്റെ സംവിധായകൻ ഹരിഹരനാണ്. തിരക്കഥ MT വാസുദേവൻ നായർ, സംഗീതം ഇളയരാജ, ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി.
അഭിനേതാക്കൾ ആരാണെന്ന് കൂടി നമുക്ക് നോക്കാം. പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. കൈതേരി മാക്കം കനിഹ സുബ്രഹ്മണ്യം, ഇടച്ചേന കുങ്കൻ ശരത് കുമാർ, തലയ്ക്കൽ ചന്തു മനോജ് കെ ജയൻ, നീലി പത്മപ്രിയ, വീരവർമ്മ തിലകൻ, കൈതേരി അമ്പു, സുരേഷ് കൃഷ്ണ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഴശ്ശിരാജയെ പറ്റിയും പഴശ്ശി യുദ്ധങ്ങളെ പറ്റിയും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്നായി പഠിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.